ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാർ, ഇപ്പം പിന്നെ നമ്മുടെ ഈ ഒരുപാട് പേരിൽ ഉള്ളൊരു കണ്ടുവന്നാണ്. അതൊക്കെ നമുക്ക് ചില ശബ്ദങ്ങൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നമാവുക. നമ്മളൊരു നോർമലായിട്ടുള്ളൊരു ആളാണെങ്കിൽ ചിലപ്പോൾ നമ്മളതിനെ അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറും, അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ സന്ദർഭോചിതമായിട്ട് നമ്മൾ പെരുമാറും. അത് സാധിക്കാതെ വരിക, പ്രതികരിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും എടുത്ത് ആ സ്പോട്ടിൽ തന്നെ സിറ്റുവേഷൻ നോക്കാണ്ട് പ്രതികരിക്കുക. അപ്പം ആ ഒരു ഇറിറ്റേഷൻ, ഒരു അസുഖം ഉണ്ടല്ലോ, ഇങ്ങനെ സൗണ്ട് കുറേ നേരം കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും വേണ്ട, അടുത്തിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ എന്തെങ്കിലും ബബിൾക്ക് ഒരു ചുയിങ്കം ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് പോലും കേട്ടാൽ പറ്റാത്ത ആ ഒരു അസുഖത്തെ അവസ്ഥയെ കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും അത് ഒരു അസുഖമായിട്ട് നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ലെങ്കിലും ചില ഡിസ്റ്റർബൻസുകൾ ഉണ്ടാക്കും. അത് പിന്നെ ആ ഡിസ്റ്റർബൻസിന് ഒരു ശാശ്വത പരിഹാരം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബേസ്റ്റ് ഔട്ടിംഗ് ആണ് നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ വയലൻസിലേക്കൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ മിസോഫോണിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഈ ചില ശബ്ദങ്ങള് ചിലപ്പോൾ മൈൽഡ് ആയിരിക്കും, നമുക്ക് വലിയ പ്രധാനമായി തോന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ അത് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യേണ്ട സംഭവമായിരിക്കും. സ്വാഭാവികമായിട്ട് കാണുന്ന ഒന്നാണ് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞത്, ഈ ചുയിങ്ങം. അത് ചില ആളുകൾ ഇപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചവച്ചിരിക്കുകയാണെങ്കിൽ സത്യത്തിൽ നമ്മളൊരു ഇൻസൾട്ട് ചെയ്യണമായിട്ടുള്ളൊരു ഫീലിംഗ് സീരിയസ്. അതേസമയം നമ്മൾ ടൂറിന് പോവാണ്, നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചുരുങ്ങുന്ന എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോ സീരിയസ് ആയി കാര്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചവച്ചിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ശബ്ദത്തിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. രാവിലെ പല്ല് വെച്ചിട്ട് സാറേ, നമ്മളെ വീടിന്റെ അടുത്തുണ്ട് ഒരാള്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോ അയാള് പല്ല് വെക്കുന്നത് ആ ലോകത്ത് ആ പരിസരത്തുള്ള എല്ലാവർക്കും അറിയും. അപ്പൊ അത് ഭയങ്കര കഫിങ്ങും തുപ്പലും അതൊക്കെ അറിഞ്ഞുകൊണ്ട്, അപ്പൊ അതൊക്കെ മറ്റുള്ളവർക്കുള്ള ഡിസ്റ്റർബൻസ് കൂടിയാണ്. അതുപോലെ പ്ലേറ്റില് ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെ ഓരോ ശബ്ദങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു ഫൈനൽ ലാസ്റ്റ് ടേമിൽ എത്തുമ്പോഴാണ് ഈ ബേസ്റ്റ് ഔട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാൾക്ക് ഒരു ഡിസ്കംഫർട്ടാണ്. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുന്നോണ്ട്, ഞാൻ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് രശ്മിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആ പീക്ക് ടൈമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറയുന്നത് മനസ്സിലല്ലേ. അപ്പൊ ഉണ്ടാകുന്ന നെഗറ്റീവ്സിനെക്കാളും അപ്പൊ പിന്നെ സോറി പറഞ്ഞതിനെക്കാളും നല്ലത് ആയതുതന്നെ ഇല്ലാതിരിക്കാൻ. അത് പലപ്പോഴും അത് ചെയ്യില്ല. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഇതിന്റെ പ്രയാസം. അപ്പൊ ഞാനൊക്കെ എനിക്കിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യം, 17 വയസ്സ് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ്ങിന്, എൻട്രൻസ് കോച്ചിങ്ങിന്, ഷോർട്ട് ടൈം കോച്ചിങ്ങിന് പോയ സമയത്ത് യൂണിവേഴ്സൽ ഇതെന്ന് പറഞ്ഞ ഒരു കോച്ചിങ് സെന്ററിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇതേമാതിരി ബബിളിൽ നിന്നിട്ട് ചവച്ചിങ്ങനെ പോവാം. ചവച്ചിങ്ങനെ പോകുമ്പോൾ അന്ന് അങ്ങനെ ഒരു സെൻസ് ഒന്നുമില്ല, എന്തോ വയലിട്ട് അങ്ങനത്തെ ഒന്ന് പോവാം. അപ്പൊ ആ ബസ് സ്റ്റോപ്പിലേക്ക് ഒരാൾ എന്നെ മാടി വിളിച്ചു. അപ്പൊ ഞാൻ വേഗം പോയി എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഒരു പശുവിനെ കാണിച്ചെന്ന് പറഞ്ഞു. ആ പശു അത് എന്തെങ്കിലും വല്ല വ്യത്യാസം ഉണ്ട്, ഇതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞതാണോ എന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഹോം സിക്കൊക്കെ ഉണ്ട്. എനിക്ക് ആകെ പ്രശ്നമാണ്, 17 വയസ്സായിട്ടുള്ളൂ. ഞാൻ അന്ന് തുപ്പിയതാണ്. പിന്നെ എനിക്ക് ബബിൾ എന്നുള്ള സാധനം എങ്കിലും. അപ്പൊ അതേമാതിരി ചില കാര്യങ്ങള് നമ്മളപ്പോ ആലോചിക്കുമ്പോൾ അന്നൊന്നും അത്രയധികം കോമൺ സെൻസ് ഉപയോഗിച്ച് അങ്ങനെ ചിന്തിക്കാനും പറ്റില്ല. പിന്നെ നോക്കുമ്പോൾ പശു ഇതൊക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സ്റ്റൈലാണ് നമ്മളെ അയാൾ അതിനൊരു എതിരെയുള്ള ആളായിരിക്കും അത് അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പൊ അത് ഇത്തിരി നമ്മൾ മനസ്സിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ അയാൾക്ക് അത്രയും ഇറിറ്റബിൾ ആയിട്ട് തന്നെയാണ്. ഞാൻ റോട്ടിലൂടെ നടന്നു പോകുന്ന ആളാണ്, വീട്ടിൽ മുന്നിലിരിക്കുന്ന ആളല്ല. എന്നിട്ട് അയാൾ ബസ് സ്റ്റോപ്പിലേക്ക് എന്നെ വിളിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ സംഭവം ഇതേമായിട്ടുള്ള വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളും ഓരോരുത്തർക്ക് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ആ തരത്തിലെടുത്ത് അവർക്ക് അത് ഇറിറ്റബിൾ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ നമ്മൾ വീണ്ടും അത് കൂടുതൽ കാണിച്ചിട്ട് അവരെ അതിന് മറ്റൊരു സിറ്റുവേഷൻസിൽ ഒരു ആക്ടിലേക്ക് എത്തുന്ന റേസിലേക്ക് എത്തിക്കരുത്. ഒരാളുടെ താല്പര്യക്കുറവ്, എന്തെങ്കിലും ഒരു ഇതിനോട് താല്പര്യമില്ല, ഞാൻ പറയുന്ന ചില വിഷയങ്ങൾ അയാൾക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും അയാളെ നോവിക്കുന്ന രീതിയിൽ സംസാരിച്ച് കുത്തിക്കൊണ്ടിരിക്കുന്ന ആ രീതി നമ്മൾ അവസാനിപ്പിക്കണം. പലപ്പോഴും പല അടിപിടി അക്രമമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു കാരണം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നിങ്ങളെ നോവിച്ചുകൊണ്ട് കുത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതില്ലാതിരിക്കാൻ നോക്കുക. ഈ ഈഗോ എന്ന് പറഞ്ഞ സംഭവങ്ങളും അതുപോലുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്ക് മാത്രമല്ല നമ്മൾ ആലോചിക്കാം. എല്ലാവർക്കും ഉണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവർക്ക് ചിലപ്പോൾ അത് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ ഉണ്ടാതിരിക്കുകയായിരിക്കും. പക്ഷെ അവർക്കും കിട്ടും ഒരു സമയം, ആ സമയം അവർ ഉപയോഗപ്പെടുത്തും. അത് ഏത് പണക്കാരനാണെങ്കിലും ഏത് പണമില്ലാത്തവനാണെങ്കിലും അവരുടേതായ രീതിയിൽ അവർക്ക് ഉപദ്രവിക്കാൻ കഴിയും. അപ്പം നമുക്ക് സ്വസ്ഥതയാണ് ഏറ്റവും പ്രധാനമെങ്കിൽ ഇത്തരം വാക്ക് പോരുകളും
അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നും പിൻവാങ്ങി നമ്മുടെ സ്വസ്ഥമായ ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്നാണ് ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാറുള്ളത്. സാറ് പറഞ്ഞതുമാതിരി നമ്മൾ ചില വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് അത് വേദനയാവാത്ത രീതിയിൽ ആ കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ സന്തോഷത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ നമ്മളെ ചുറ്റിലുമുള്ളവരെ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വെരി ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ള ഒരു കാര്യം.